ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ആദിത്യൻ്റെ മരണം അതീവ ദുഃഖവും ആശങ്കാജനകവുമാണ്. തൻ്റെ സഹപാഠികളുടെ ലഹരി ഉപയോഗത്തെ ചോദ്യം ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലഹരിക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കുടുംബം പറയുന്നത്. കോളേജ് മാനേജ്മെൻറ്റിന് രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അതുപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും കുടുംബം ഭയപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ കർണാടക പോലീസ് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം. പ്രതികൾ എത്ര ഉന്നതരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയ ബന്ധങ്ങൾ നീതി നടപ്പാക്കുന്നതിന് തടസ്സമാകരുത്. ആദിത്യൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുവാൻ കേരള സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, കർണാടകത്തിലെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന് ബന്ധമുള്ള സാഹചര്യത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം കർണാടക സംസ്ഥാനത്ത് മാറ്റി ഒരു ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കഴിയണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. നീതി ഉറപ്പാക്കണം. ഇനിമേൽ വേറെ ഒരു വിദ്യാർത്ഥിക്കും ഈ രൂപത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലയിലാണ് അവരുടെ കുടുംബം പറഞ്ഞിട്ടിരിക്കുന്നത്. എന്തായാലും കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും സഹായവും നൽകുന്നതാണ്. എല്ലാ നിയമ പോരാട്ടത്തിനും കുടുംബത്തോടൊപ്പം ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്റ്റീഫൻ MLA കൂടെ ഉണ്ട്. ഇവിടുത്തെ CPMൻ്റെ നേതാവായിട്ടുള്ള സുനിൽകുമാറുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്കിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ഉണ്ട്. CPMൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട്. അവരെല്ലാവരും ഈ കുടുംബത്തെ എല്ലാ വിധത്തിലും പിന്തുണയ്ക്കുവാനും സഹായിക്കാനും തയ്യാറായി നിൽക്കുകയാണ്. എന്നാണ് പുറത്ത് പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു കൃത്യമായ വിവരങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക സർക്കാരുമായിട്ട് ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഈ കുട്ടിയെ അത് സന്ദർശിച്ച ശേഷം കർണാടക സർക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടി ആലോചിക്കുകയാണ്. അല്ല, എന്താ ഒന്ന് ഇതിൻ്റെ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. അത് സ്വതന്ത്രമായിട്ട് നടക്കണം. അത് അവിടെയുള്ള ഏജൻസി അന്വേഷണം നടത്തിയാൽ പോരാ എന്നുള്ള അഭിപ്രായം ബന്ധുക്കൾക്കുണ്ട്. ഈ അന്വേഷണത്തെ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ആ കുട്ടികളെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുട്ടികൾ ഇവിടുന്ന് ബന്ധുക്കളെല്ലാം അവിടെ ചെന്ന ശേഷം അവിടെയുള്ള കുട്ടികളോ അധ്യാപകരോ ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. അടുത്ത കുട്ടികളുടെ ഫോണെല്ലാം വാങ്ങിച്ചു വച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്റ്. അവിടുത്തെ ടീച്ചർമാർ ഇതുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. അവിടെ പൊതുദർശനത്തിൽ വച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെയും അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണകർത്താക്കളുമായി ബന്ധമുള്ള മാനേജ്മെൻറ്റാണെന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റ് അങ്ങനെയുള്ളൊരു പോലീസ് സംവിധാനം നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല എന്നുള്ളതാണ് വീട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായം കർണാടക ഗവൺമെൻറ് അറിയിക്കും. നമുക്കതൊരു പൊതു പ്രശ്നമായി വന്നിട്ടുണ്ട്. കുട്ടികൾ ഇവിടുന്ന് ഉത്തരവാദിത്തമില്ലാത്ത, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോവുക. ഇതിപ്പോൾ ഒരു ഏജൻറ്റ് മുഖാന്തരമാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. 2 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട് ഫീസായിട്ട്. ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക, മോശമായ താമസ സൗകര്യം, അക്കാഡമിക്കായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്നില്ല, കാശിനു വേണ്ടി മാത്രം ഏജൻസിനെ വെച്ചുകൊണ്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം പ്രൊഫഷണൽ കോളേജുകളാണ്. ഡെൻ്റൽ വിദ്യാഭ്യാസം, അതേപോലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ബന്ധപ്പെട്ട ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം സ്ഥാപനങ്ങൾ തുടങ്ങാം, അതിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ എന്താണ്, അതിൽ ഏജൻസിനെ അനുവദിക്കാൻ വേണ്ടി പാടുണ്ടോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ധാരണ പൊതുവിൽ മറ്റ് പല സംസ്ഥാനങ്ങൾ തമ്മിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്.